എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ് ലായനികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലായനിയുടെ ഗാഢതയെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ് കേട്ടോ. പലതരത്തിലുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലായനികളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ആദ്യമായിട്ട് നോക്കുന്നത് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുവാണ്. ഇവിടുത്തെ നോക്കുക, ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ ഒരു 100 ml വാട്ടർ എടുത്തിരിക്കാണ്ട് 100 ml ജലം എടുത്തു. അതിലേക്ക് നമ്മൾ അമോണിയം ക്ലോറൈഡ് കേട്ടോ, അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തിരിക്കുകയാണ്. അതായത് NH4Cl കേട്ടോ, അമോണിയം ക്ലോറൈഡ് ഇതിലേക്ക് ആഡ് ചെയ്തു. NH4Cl നമ്മൾ കുറേശ്ശെയായിട്ട് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാ നോക്കുക, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിൽ നോക്കി അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് നമ്മൾ ഇളക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അത് എന്താണ്, ലയിക്കും. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സൊല്യൂട്ട് ആണല്ലോ, അല്ലെങ്കിൽ ലീനമാണല്ലോ. അത് ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ലയിക്കുന്നതായിട്ട്, കുറേശ്ശെയായിട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ലയിക്കുന്നതായിട്ട് കാണാം. ഇനി കൂടുതൽ എമൗണ്ട് ഓഫ് അമോണിയം ക്ലോറൈഡ് ഇട്ടു. ഇത് കുറച്ചുള്ള എമൗണ്ടോ ഉള്ളൂ ഇട്ടുള്ളൂ, ലെസ് എമൗണ്ട് എന്ന് പറയാം. ഇത് കൂടുതൽ പിന്നെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ലയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ അവസ്ഥയിൽ, ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയാൻ നേരത്ത് ഈ അമോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, അത് ലയിച്ച് ചേരാത്ത അവസ്ഥയിൽ കാണും. മനസ്സിലായല്ലോ? അപ്പൊ ആ ലയിച്ച് ചേരാതെ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ അടിയിൽ കിടക്കുന്നതായിട്ട് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ആദ്യമൊക്കെ അത് ലയിച്ചു ചേർന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ എത്തിയപ്പോൾ, സ്റ്റേജിൽ എത്തിയപ്പോൾ അത് പിന്നെ ലയിച്ചു ചേരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ലയിച്ച് ചേരാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള സൊല്യൂഷൻ കേട്ടോ, ലയിച്ച് ചേരുന്നില്ലല്ലോ. നമ്മൾ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് ലയിച്ച് ചേരാതിരിക്കുന്നു. കുറേയൊക്കെ ലയിച്ച് ചേർന്നു. അവസാനം പിന്നെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിയപ്പോൾ ലയിച്ച് ചേരുന്നില്ല. അപ്പം ആ ലയിച്ച് ചേരുന്നില്ലാത്ത അവസ്ഥയിലുള്ള ആ ലായനിനെ നമ്മൾ പറയുന്ന പേരാണ് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്തു, ദെൻ ലയിച്ച് ചേർന്നു, പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അത് പിന്നെ ലയിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ, ഈ ഒരു ബീക്കറിലുള്ള ആ സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണെന്ന് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അതായത് ലീനം ലയിച്ചു ചേരാതിരിക്കുന്ന അവസ്ഥ. മനസ്സിലായല്ലോ? ഒരു നിശ്ചിത, ഇതെല്ലാം ഓർത്തോണം. ഇതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? സ്ഥിരമായിരിക്കണം കേട്ടോ. ഒരേ ഒരു ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം. ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നും വരാൻ പാടില്ല. നമ്മൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തു, അപ്പോഴും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. കൂടുതൽ ആഡ് ചെയ്തപ്പോഴും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ തന്നെയാണ്. ആ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും വരാൻ പാടില്ല കേട്ടോ. അത് ഓർത്തോണം. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഒരു നിശ്ചിത താപനിലയിൽ നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ലീനം ആഡ് ചെയ്തു. അപ്പൊ അത് ലയിച്ച് ചേരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ലയിച്ചു ചേരുന്നില്ല. മനസ്സിലായി? പരമാവധി ലീനം അവിടെ ലയിച്ചു ചേർന്ന് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പരമാവധി സൊല്യൂട്ട് അവിടെ ലയിച്ചു ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയെ നമ്മൾ പറയുന്ന പേരാണ് പൂരിത ലായനി. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിംഗ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലായനിയാണ് പൂരിത ലായനി. മനസ്സിലായല്ലോ? ഒരു നിശ്ചിത താപനിലയിൽ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് അവിടെ ലയിച്ചു ചേർന്നു. അപ്പൊ കിട്ടുന്ന ലായനിയെ നമ്മൾ പറയുന്ന പേരാണ് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി ഈ പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നതിന് മുന്നേ, ഇതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നതിന് മുന്നേ എന്താണ്? സൊല്യൂട്ട് അതിൽ ലയിച്ച് ചേർന്നല്ലോ, അതായത് അമോണിയം ക്ലോറൈഡ് അവിടെ ലയിച്ച് ചേർന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിനെ നമ്മൾ പറയും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്താണ്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നോക്കുക, you notice that before the saturated solution is formed, ammonium chloride crystal dissolved completely in water. This is called an unsaturated solution. അതായത് പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയിൽ അമോണിയം ക്ലോറൈഡ് തരികൾ ജലത്തിൽ ലയിച്ചു ചേർന്നു. പിന്നെ ആഡ് ചെയ്യുമ്പോഴാണ് ജലത്തിൽ ലയിച്ച് ചേരാതിരിക്കുന്നത്. അപ്പം ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആ അവസ്ഥയിൽ ഇരിക്കുന്ന ലായനിയെ നമ്മൾ പറയുന്ന പേരാണ് അപൂരിത ലായനി എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം അതിനെ പറയുന്ന പേരാണ് അപൂരിത ലായനി അല്ലെങ്കിൽ എന്താണ്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? നോക്കേ, സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിംഗ് ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ദാറ്റ് റിക്വയർഡ് ടു മേക്ക് എ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിച്ച ലായനി എന്ന് പറയും? അപൂരിത ലായനി എന്ന് പറയും. മനസ്സിലായല്ലോ? അവിടെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പൂരിതമാക്കുന്നുണ്ട്, അതായത് എന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കുന്നുണ്ടോ അതിനു മുന്നേ
അതിനു മുന്നേ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ലയിപ്പിച്ച ലായനി ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് അപൂരിത ലായനി അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതായത് ലീനം ആദ്യമേ നമ്മൾ കുറച്ചിട്ടു, സൊല്യൂട്ട് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്ത്, പിന്നെയും സൊല്യൂട്ട് ആഡ് ചെയ്തു, അന്നേരം അത് ലയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ലയിച്ച് ചേർന്നിരിക്കുന്ന ആ സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് അപൂരിത ലായനി അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി ഇവിടെ നോക്കി, നമ്മൾ പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയല്ലോ. അപ്പൊ അന്നേരത്തേന് ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനിയിൽ കുറച്ച് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീൻ ഇവിടെ ലയിക്കാതെ കിടക്കുന്നത് കണ്ടല്ലോ അല്ലെ, ലയിക്കാതെ കിടക്കുന്ന മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് നോക്കുന്നത് അല്ലെ. ആദ്യമൊക്കെ ലയിച്ചു ചേർന്ന് പിന്നെ കുറച്ച് നേരം ലയിക്കാതെ കിടന്നു. അപ്പൊ ലയിക്കാതെ കിടക്കുന്ന ആ ലീനത്തിനെ അല്ലെങ്കിൽ സൊല്യൂട്ടിനെ ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യും, ഇതിനെ ചൂടാക്കി നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായല്ലേ? അതായത് അമോണിയം ക്ലോറൈഡിന്റെ പൂരിത ലായനി തയ്യാറാക്കിയ സന്ദർഭത്തിൽ അല്പം ലീനം ലയിക്കാതെ അവശേഷിച്ചു. നമ്മൾ കണ്ടായിരുന്നു എന്താണ്, വെൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് വാസ് പ്രിപ്പയർഡ് ലിറ്റിൽ സൊല്യൂട്ട് റിമൈൻഡ് അൺസോൾവ്ഡ് അല്ലേ, ലയിക്കാതെ കിടക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഒന്ന് ചൂടാക്കി, ലയിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മൾ ഒന്ന് ചൂടാക്കി നോക്കുക കേട്ടോ. ഇങ്ങനെ ചൂടാക്കി നോക്കുന്നു, എന്നിട്ട് എന്താണ് കുറച്ചുകൂടി ലീനം ചേർത്ത് ചൂടാക്കുന്നത് തുടരുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്താണ് സൊല്യൂട്ട് ആഡ് ചെയ്തു, അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, എന്നിട്ട് പിന്നെ അത് ചൂടാക്കുന്നത് തുടരുക. ചൂടാക്കി ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ട് അമോണിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽസ് അവിടെ കിടപ്പുണ്ട്. ദെൻ അത് ചൂടാക്കുക. അപ്പൊ ചൂടാക്കുന്ന കൂട്ടത്തിൽ തന്നെ കൂടുതൽ എമൗണ്ട് ഓഫ് എന്താണ് ആ സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ലീനം അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ക്രിസ്റ്റൽസ് കിടപ്പുണ്ടോ? നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ക്രിസ്റ്റൽസ് അവിടെ കിടക്കുന്നില്ല, അതായത് ലയിച്ചു ചേർന്നു ഇല്ലേ. പിന്നെ നമ്മൾ എന്താണ് സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോഴും ലീനം ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ചൂടാക്കിയപ്പോൾ എന്ത് ചെയ്തു, അത് ലയിച്ചു ചേർന്നു. മനസ്സിലായല്ലോ? അങ്ങനെ കിട്ടുന്ന ആ സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. മനസ്സിലായോ? ലയിക്കാതെ കിടക്കുന്ന ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിനെ നമ്മൾ ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, അത് ലയിച്ച് ചേർന്നിരിക്കുന്നത് കാണാം. അപ്പൊ ചൂടാക്കിയപ്പോ ടെമ്പറേച്ചർ മാറി ഇല്ലേ, താപനില മാറിയപ്പോ എന്ത് സംഭവിച്ചു, അത് ലയിച്ചു ചേർന്നു. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ ഒരു സൊല്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി ആ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമ്മൾ ആ തീ അങ്ങ് മാറ്റി വെച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുക, ടെമ്പറേച്ചർ തീ അവിടെ മാറ്റി വെച്ച് അതേ അവസ്ഥയിൽ തന്നെ അത് തണുപ്പിക്കാൻ വെക്കുക. നോർമൽ ടെമ്പറേച്ചറിലേക്ക് സാവധാനം എത്തിക്കുക കേട്ടോ, സാവധാനം തണുപ്പിക്കുക. ബർണർ അങ്ങ് മാറ്റി അത് അനക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചിട്ട് തന്നെ അത് തണുപ്പിക്കുക. അപ്പൊ ഇങ്ങനെ തണുത്ത് കഴിയാൻ നേരത്ത് ഈ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്തല്ലോ, സൊല്യൂട്ട് ആഡ് ചെയ്ത് അതെല്ലാം ഒരു എന്താണ് അവിടെ ക്രിസ്റ്റൽ രൂപത്തിൽ ഇവിടെ രൂപപ്പെടുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്തല്ലോ എന്ത് സംഭവിച്ചു, അതവിടെ ക്രിസ്റ്റൽ രൂപത്തിൽ അവിടെ രൂപപ്പെടുന്നത് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ചൂടാക്കിയപ്പോ എന്ത് സംഭവിച്ചു, അതെല്ലാം ലയിച്ചു ചേർന്നു ഇല്ലേ, ലീനം അതിൽ ലയിച്ചു ചേർന്നു. അപ്പൊ അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ എന്ത് പറയും, അതിപൂരിത ലായനി എന്ന് പറയും. പിന്നെ അതിനെ നമ്മൾ തണുപ്പിച്ചു ഇല്ലേ, തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതായത് ലീനത്തിന്റെ ക്രിസ്റ്റൽ സൊല്യൂട്ടിന്റെ ക്രിസ്റ്റൽ അവിടെ രൂപപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കുക, എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതായത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു നിശ്ചിത താപനില ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയല്ലോ, അപ്പൊ എന്ത് സംഭവിച്ചു, പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം, പൂരിതമാകാൻ ആവശ്യമായിട്ടുള്ള ഇതുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ ലീനം അതിൽ ലയിച്ചു ചേർന്നു അല്ലെങ്കിൽ സൊല്യൂട്ട് അതിൽ ലയിച്ചു ചേർന്നു. അപ്പൊ ആ ലായനിയെ നമ്മൾ പറയുന്ന പേരാണ് അതിപൂരിത ലായനി. നോക്കുക, ഡസ് എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ റിമെയിൻ സ്റ്റേബിൾ ഫോർ എ ലോങ് പീരീഡ്. അതിപൂരിത ലായനി നമ്മൾ ഉണ്ടാക്കിയല്ലോ, ഈ അതിപൂരിത ലായനി സ്ഥിരമായിട്ട് നിലനിൽക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്, അത് എക്സസ് സൊല്യൂട്ട് ക്യാൻ ബി പ്രസിപ്പിറ്റേറ്റഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഇൻ ടു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അഗെയിൻ. നമ്മൾ അധികം ചേർത്ത ലീനം ചേർത്തല്ലോ, നമ്മൾ അതിപൂരിത ലായനി അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കാൻ വേണ്ടി അതിലേക്ക് പിന്നെ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തല്ലോ ചൂടാക്കിയപ്പോൾ. അപ്പൊ അതിനെ അവശിഷ്ടപ്പെടുത്തി വീണ്ടും എന്തായിട്ട് മാറ്റാം, നമുക്ക് പൂരിത ലായനിയാക്കി മാറ്റാം അല്ലേ. അതിനെ ആ ചേർത്ത ലീനത്തെ അവശിഷ്ടപ്പെടുത്തി വെച്ച് നമുക്ക് പൂരിത ലായനിയായിട്ട് മാറ്റാം. പക്ഷെ അതിനെ ശ്രദ്ധാപൂർവം സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നാൽ പലപ്പോഴും ലയിച്ച ലീനം അടിയുന്നില്ല. അങ്ങനെ തയ്യാറാക്കിയ അതിപൂരിത ലായനിയിൽ എങ്ങനെയാണ് ക്രിസ്റ്റലുകൾ, നമ്മൾ കണ്ടു ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് കണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം.
മനസ്സിലായോ പറഞ്ഞത്? അതായത് നമ്മൾ അതിപൂരിത ലായനി ഉണ്ടാക്കി അതിപൂരിത ലായനിയെ തണുപ്പിച്ച് കഴിയുമ്പോൾ ക്രിസ്റ്റൽസ് ആയിട്ട് രൂപപ്പെടുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അതിനെ തണുപ്പിച്ച് കൊണ്ടുവന്നാൽ ഒരിക്കലും ആ ലീന അവിടെ അടിയുന്നില്ല, അതായത് ആഡ് ചെയ്ത സൊല്യൂട്ട് അവിടെ അടിയുന്നില്ല. തണുപ്പിച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂട്ട് അവിടെ ആയിട്ട് മാറുന്നില്ല, പക്ഷെ അവിടെ നിന്ന് ക്രിസ്റ്റലുകളാണ് രൂപപ്പെടുന്നത്, ക്രിസ്റ്റലുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റലുകൾ എങ്ങനെയാണ് അവിടെ രൂപപ്പെടുന്നത്? അങ്ങനെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നതിന് നമ്മളൊരു പേര് പറയും, വളരുന്ന ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഗ്രോവിങ് ക്രിസ്റ്റൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിപൂരിത ലായനി അതിനെ നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നു പറഞ്ഞു. അപ്പൊ ആ ക്രിസ്റ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് വളരുന്ന പരൽ അല്ലെങ്കിൽ ഗ്രോവിങ് ക്രിസ്റ്റൽസ് എന്ന് പറയും. അപ്പൊ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടായല്ലോ. അപ്പൊ സൊല്യൂഷനെ നമ്മൾ തണുപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്റ്റൽസ് ആയിട്ട് മാറി. അത് ഒരിക്കലും എന്തായിട്ട് മാറുന്നില്ല, ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് അവിടെ ആഡ് ചെയ്യുന്നത് അവിടെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ക്രിസ്റ്റൽസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനെ ഞാൻ പറഞ്ഞു വളരുന്ന പരൽ അല്ലെങ്കിൽ ഗ്രോവിങ് ക്രിസ്റ്റൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇൻ സെപ്പറേറ്റ് ബീക്കർ. 2 ബീക്കറിൽ ഒന്നില് കോപ്പർ സൾഫേറ്റിന്റെയും ഒന്നില് പൊട്ടാസ്യം നൈട്രേറ്റ് കേട്ടോ, അതിന്റെ രണ്ടിന്റെയും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിപൂരിത ലായനി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സൊല്യൂഷനിലേക്ക് ഹാങ് 1 സ്മോൾ ക്രിസ്റ്റൽ കേട്ടോ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ് യൂസിങ് എ ത്രെഡ്. ഒരു നൂല് ഉപയോഗിച്ചിട്ട് കോപ്പർ സൾഫേറ്റിന്റെയും പൊട്ടാസ്യം നൈട്രേറ്റിന്റെയും ഓരോ ചെറിയ ക്രിസ്റ്റൽസ് ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തൂക്കിയിടുക. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാണ് എടുത്ത്? കോപ്പർ സൾഫേറ്റിന്റെ അതിപൂരിത ലായനി, അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റിന്റെ അതിപൂരിത ലായനി എടുത്തു. അതിലേക്ക് അതിന്റെ ക്രിസ്റ്റൽസുകൾ, കോപ്പർ സൾഫേറ്റിന്റെയും പൊട്ടാസ്യം നൈട്രേറ്റിന്റെയും ക്രിസ്റ്റലുകൾ ഹാങ് ചെയ്തിട്ടു, ഒരു നൂലിൽ കെട്ടിച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടു. മനസ്സിലായല്ലേ? അപ്പൊ ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്റ്റൽസുകൾ രൂപപ്പെടുന്നതായിട്ട് കാണാം കേട്ടോ. അതിപൂരിത ലായനിയാണ്, അതിൽ ക്രിസ്റ്റൽസുകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതിപൂരിത ലായനി ഒരു ദിവസമൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ലോണം തണുക്കുമല്ലോ. അപ്പൊ അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാക്കിയതാണ്. അത് വെച്ച് കഴിയുമ്പോൾ നല്ലോണം തണുക്കും. തണുപ്പിച്ച് കഴിയുമ്പോൾ എന്താണ്? ആ സൊല്യൂട്ട്, അതിൽ ആഡ് ചെയ്ത സൊല്യൂട്ട് ഉണ്ടല്ലോ, ആ സൊല്യൂട്ടിന്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്രിസ്റ്റൽസ് ഇങ്ങനെ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് പരലീകരണം എന്ന് പറയും. പരലീകരണം അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. അതായത് പരലുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് അവിടെ വളരുവാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പരലീകരണം അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാക്കിയ ആ ലായനി അതിനെ തണുപ്പിക്കുന്ന സംഭവിക്കും, ആ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ ക്രിസ്റ്റൽസ് അവിടെ രൂപപ്പെട്ടു വരുന്നു. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ കേട്ടോ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? പരലീകരണം എന്ന് പറയും കേട്ടോ. പരലീകരണം. മനസ്സിലായല്ലോ? അതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിപൂരിത ലായനിയിലേക്ക് ലീനത്തിന്റെ ഒരു ചെറിയ തരി ഇട്ടാൽ ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ ആ ലായനിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും വളരുന്ന പരലായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റലീകരണം എന്ന് പറയും കേട്ടോ. ലായനിയിലുള്ള കുറച്ച് ലീനകണങ്ങൾ ലയിക്കാതെ കിടക്കുന്ന ഖരലീനങ്ങളുമായി കൂട്ടിയിടുകയും ലായനിയിലേക്ക് വേർതിരിക്കപ്പെട്ട് ഖരാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ക്രിസ്റ്റലീകരണം. ഇത്തരം സാഹചര്യത്തിൽ ലയനത്തിന് വിധേയമാകാതെ ലീനകണങ്ങളുടെ എണ്ണവും ക്രിസ്റ്റലീകരിക്കുന്ന ലീനകളുടെ എണ്ണവും തുല്യമാവുകയും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പൊ ലയിക്കാതെ കിടക്കുന്നത് ഉണ്ടല്ലോ, അതെന്തായിട്ട് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് എന്തുമായിട്ട് മാറുന്നത്? ഒരു ക്രിസ്റ്റലായിട്ട് മാറുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലീകരണം. ദ പ്രോസസ് ബൈ വിച്ച് ക്രിസ്റ്റൽസ് ഓഫ് ദി സൊല്യൂട്ട് ആർ ഫോംഡ് വെൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് കൂൾഡ് സ്ലോലി ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. അതിപൂരിത ലായനിയെ സാവധാനത്തിൽ തണുപ്പിക്കുമ്പോൾ ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടു വരുന്ന പ്രക്രിയ എന്ന് പറയും? പരലീകരണം എന്ന് പറയും, ക്രിസ്റ്റലൈസേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ പൂരിത ലായനി, അപൂരിത ലായനി, അതുപോലെ തന്നെ എന്താണ്? അതിപൂരിത ലായനി. അതായത് ഒരു നിശ്ചിത താപനിലയിൽ നോക്കോട്ടോ, ഒരു നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും ലായനിയിലുള്ള ലീനത്തിന്റെ ഗാഢത സ്ഥിരമായിരിക്കും, ഒരു നിശ്ചിത പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും. പിന്നെ എന്താണ്? ആ ലായനിയിലേക്ക് വീണ്ടും കൂടുതൽ ലീനത്തെ ലയിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ലയിക്കുന്നില്ലാത്ത ആ ലായനി എന്ത് പറയും? പൂരിത ലായനി എന്ന് പറയും. ഇനി നിർദ്ദിഷ്ട സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ കഴിയുന്ന ലായനി എന്ത് പറയും? അപൂരിത ലായനി. ലയിപ്പിക്കുന്നുണ്ടല്ലോ, ലീനം അല്ലെങ്കിൽ സൊല്യൂട്ടിനെ ലയിപ്പിക്കുന്ന ലായനി എന്ത് പറയും? അപൂരിത ലായനി എന്ന് പറയും. ലയിക്കാതെ കിടക്കുന്ന, വീണ്ടും വീണ്ടും ആഡ് ചെയ്തുമ്പോൾ ലയിക്കാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലായനിനെ എന്ത് പറയും? പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഇനി പൂരിത ആവുന്നതിന് വേണ്ടതിനേക്കാൾ അധികം ലീനം ഉൾക്കൊള്ളുന്ന ലായനിയാണ് അതിപൂരിത ലായനി.
അപ്പൊ പൂരിത ലായനി ആകുന്നതിന് വേണ്ടി അതിനേക്കാൾ കൂടുതൽ ലീനം ആഡ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ടെമ്പറേച്ചർ അവിടെ വ്യത്യാസപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ലായനിയെ നമ്മൾ എന്ത് പറയും? അതിപൂരിത ലായനി എന്ന് പറയും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പൂരിത ലായനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ലയിക്കാതെ കിടക്കുന്ന അവസ്ഥയിലുള്ളതിനാണ് നമ്മൾ പൂരിത ലായനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? അപൂരിത ലായനി അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. നമ്മൾ ചൂടാക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലയിക്കും ഇല്ലേ? അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അതിപൂരിത ലായനി എന്ന് പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ല, വിവിധ തരത്തിലുള്ള സൊല്യൂഷൻസിനെ കുറിച്ച് കണ്ടു. അപ്പൊ അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാനുള്ള ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റിനെ കുറിച്ചാണ്. എന്താണ് ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി? അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ കണ്ടായിരുന്നു, ഒരു ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ സോലുബിൾ ആവുന്നു നമ്മൾ കണ്ടായിരുന്നു, ലയിക്കുന്നു എന്ന് കണ്ടായിരുന്നു, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഈ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇത് സോലുബിൾ ആവുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടേക്ക് 50 ml വാട്ടർ ഇൻ ഈച്ച് ഇൻ 2 ബീക്കേഴ്സ്. 2 ബീക്കർ എടുക്കും കേട്ടോ. 2 ബീക്കറിൽ നമ്മൾ 50 ml കേട്ടോ, 50 ml വാട്ടർ എടുത്തിരിക്കുകയാണ്. 50 ml വാട്ടർ ആണ് രണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ടേക്ക് 100 gram ഈച്ച് ഓഫ് പൗഡേർഡ് കോമൺ സോൾട്ട് ആൻഡ് സോഡിയം ബൈകാർബണേറ്റ് ഇൻ സെപ്പറേറ്റ് ഡിഷസ്. നമ്മൾ സെപ്പറേറ്റ് ഡിഷസിൽ സോഡിയം ക്ലോറൈഡ് അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റും എടുത്തിരിക്കുകയാണ്. 100 gram 100 gram സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റും എടുത്തു. ഇനി ഒന്നാമത്തെ ഇതിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. മനസ്സിലായില്ല? 100 gram ആണ് കേട്ടോ. 100 gram സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്തു കേട്ടോ, NaHCO3. മനസ്സിലായല്ലോ? അപ്പൊ അതും 100 gram തന്നെയാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് എന്താണ്, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, സാവധാനത്തിൽ ഇളക്കുവാണ്. അപ്പൊ എന്നിട്ട് രണ്ടിന്റെയും പൂരിത ലായനി തയ്യാറാക്കണം. പൂരിത ലായനി അറിയാലോ, പൂരിത ലായനി നമ്മൾ തയ്യാറാക്കുക. അപ്പൊ ഇതിന് പൂരിത ലായനി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോഡിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്തു, സോഡിയം ബൈകാർബണേറ്റും ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ചെറിയ ഒരു ഡിഷിലാണ് സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റും എടുത്തത്. അപ്പം ഈ പൂരിത ലായനി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ആദ്യത്തെ ബീക്കറിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആദ്യമേ കൂടുതൽ എമൗണ്ട്, അതായത് ആ ഡിഷ് ഉണ്ട്, നമ്മൾ ആദ്യമേ ഒരു ഡിഷിലാണ് സോഡിയം ക്ലോറൈഡും അതുപോലെ സോഡിയം ബൈകാർബണേറ്റും എടുത്തത്. അപ്പം ഇതിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ സോഡിയം ക്ലോറൈഡ് കുറേ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അതിന്റെ പൂരിത ലായനി തയ്യാറാക്കാൻ. അതേസമയം എന്താണ്, സോഡിയം ബൈകാർബണേറ്റ് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, അതിന്റെ പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അവിടെ റെഡിയായി നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ നിന്നാണ് കുറച്ച് അളവേ ഉള്ളതിലേക്ക് ആഡ് ചെയ്തുള്ളൂ, അതായത് ലെസ് എന്ന് പറയാം, കുറച്ച് എമൗണ്ട് ഉള്ളതിലേക്ക് ആഡ് ചെയ്തു. ഇതിലേക്ക് എന്താണ് മോർ എമൗണ്ട് ആഡ് ചെയ്യേണ്ടി വന്നു, കൂടുതൽ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യേണ്ടി വന്നു. എന്തിനു വേണ്ടി? പൂരിത ലായനി തയ്യാറാക്കാൻ. മനസ്സിലല്ലോ? അപ്പം ഇതിലും ഒരേ അളവിലാണോ ലയിച്ചത്? അല്ലല്ലോ. നമുക്കറിയാം, ആദ്യത്തെ ബീക്കറിൽ സോഡിയം ക്ലോറൈഡ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തിരുന്നു, അതിലധികം ഒന്നും അവശേഷിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കൂടുതൽ അവശേഷിക്കുന്നുണ്ട്. കാരണം എന്താണ്, കുറച്ച് എമൗണ്ടുകൾ നമ്മൾ ആഡ് ചെയ്തു. കുറച്ച് എമൗണ്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? രണ്ടും വെള്ളമാണ് നമ്മൾ എടുത്തത്. വെള്ളത്തിലേക്ക് നമ്മൾ 2 വ്യത്യസ്ത വസ്തുക്കളാണ് ആഡ് ചെയ്തത്. അപ്പം അതിന്റെ അളവ് രണ്ടിലും ആഡ് ചെയ്ത അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടിലും വ്യത്യസ്തമല്ലേ? ഒന്നിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നു, ഒന്നിൽ കുറച്ച് ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യേണ്ടി വന്നു, മോർ എമൗണ്ട് ആഡ് ചെയ്തപ്പോഴാണ് പൂരിതമായത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയത്. ഇതിൽ നമ്മൾ കുറച്ച് അളവേ ആഡ് ചെയ്തുള്ളൂ. അപ്പം അത് കുറച്ച് അളവ് ആഡ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനിയായിട്ട് മാറി. മനസ്സിലല്ലോ? അപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, രണ്ടിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സപ്പോസ് ഒരു 100 gram ആണെന്ന് വിചാരിച്ചു, 100 gram അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റന്റ് അല്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 100 gram സോൾവെന്റ്, 100 gram ലായകത്തെ പൂരിതമാക്കുക. ഈ ലായകത്തെ അല്ല, വാട്ടറിനല്ല നമ്മൾ പൂരിതമാക്കിയത്. അപ്പൊ പൂരിതമാക്കാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സോലുബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി എന്തുമാത്രം സൊല്യൂട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്, അതിന്റെ അളവിനെയാണ് നമ്മൾ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നു ഇല്ലേ? ഇവിടെ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നു, ഇവിടെ എന്താണ്, കുറച്ച് ആഡ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലല്ലോ? അപ്പൊ എന്താണ് അവിടുത്തെ സോലുബിലിറ്റിയെ സ്വാധീനിച്ച ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നത്? സോലുബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് 100 gram ലായകത്തെ പൂരിതമാക്കാൻ നമ്മൾ പറയുകയാണ്, 100 gram ലായകത്തെ അല്ലെങ്കിൽ 100 gram സോൾവെന്റിനെ പൂരിതമാക്കാൻ, സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി എന്തുമാത്രം സൊല്യൂട്ടാണ് ആഡ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താണ്, ഇതൊരു പദാർത്ഥമാണ്, ഇതൊരു പദാർത്ഥമാണ്. അപ്പൊ ഈ പദാർത്ഥത്തിന്റെ നേച്ചർ ഇവിടെ ഡിഫറെന്റ് അല്ലേ?
മനസ്സിലായല്ലോ? രണ്ടിന്റെയും നേച്ചർ, ഇത് സോൾട്ട് ആണ്, ഇത് സോഡിയം ബൈകാർബണേറ്റ്, രണ്ടിന്റെയും നേച്ചർ വ്യത്യാസമാണ്. അപ്പൊ രണ്ടിന്റെയും നേച്ചർ വ്യത്യാസം അല്ലെങ്കിൽ സ്വഭാവം വ്യത്യാസപ്പെട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ ലയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി ഒരു സ്വാധീനിക്കുന്ന ഒരു ഘടകം ഏതാണ്? നേച്ചർ എന്ന് പറയാം അല്ലെ? എന്താണ്? നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറയാം അല്ലെ? നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്, അതായത് പദാർത്ഥത്തിന്റെ സ്വഭാവം. ഉപ്പിന്റെ സ്വഭാവമാണ് സോഡിയം ബൈകാർബണേറ്റിന് അല്ല. അത് വ്യത്യസ്തമായതുകൊണ്ടാണ് കൂടുതൽ അളവിലും കുറവളവിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ സ്വഭാവം എന്ന് പറയാം. പദാർത്ഥത്തിന്റെ സ്വഭാവമാണ് ഇവിടെ എന്തിനെ സ്വാധീനിച്ചത്? ലയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റിയെ സ്വാധീനിച്ചത്. ലയത്വം എന്താണെന്ന് മനസ്സിലായോ? എന്തുമാത്രം സൊല്യൂട്ടാണ് ആഡ് ചെയ്യേണ്ടത്, അതിന്റെ ആ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാം? the amount of solute in grams required to saturate 100 gram of a solvent at a given temperature is the solubility of the solute in that solvent. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് ലീനത്തിന്റെ ലേയത്വം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ലീനത്തിന്റെ അളവ്, സൊല്യൂട്ടിന്റെ അളവ്. മനസ്സിലായില്ല? ആ സോൾവെന്റിനെ എന്താണ് സാച്ചുറേറ്റഡ് ആകാൻ എന്തുമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്യണം, അതിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലേയത്വം എന്ന് പറയുന്നത്. സൊല്യൂട്ടിന്റെ സോലുബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ സോലുബിലിറ്റി എന്താണെന്നുള്ളത്? അപ്പൊ സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഏതാണ്? നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറയാം അല്ലെ? രണ്ട് സബ്സ്റ്റൻസും വ്യത്യാസമാണ്. സോഡിയം ക്ലോറൈഡ് അല്ല, സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞു. അപ്പം നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്, ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഏതാണ്? നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ കണ്ടായിരുന്നു ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ മാറിയപ്പോ, ചൂടാക്കിയപ്പോ എങ്ങനെയാണ്? ചൂടാക്കിയപ്പോ വ്യത്യസ്തമായിട്ട് വന്നില്ലേ? അതായത് ലയിക്കുന്നതായിട്ടുണ്ടല്ലോ. അപ്പൊ ടെമ്പറേച്ചർ ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. അപ്പം ഈ ടെമ്പറേച്ചറേയും സോലുബിലിറ്റിനെയും നമ്മൾ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണ് ലയത്വ കർവ് എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ സോലുബിലിറ്റി കർവ് എന്ന് പറയും. സോലുബിലിറ്റി കർവ് എന്ന് പറയും കേട്ടോ, ലയത്വ കർവ് എന്ന് പറയും. മനസ്സിലായല്ലോ? സോലുബിലിറ്റി കർവ് അല്ലെങ്കിൽ ലയത്വ കർവ്. അപ്പം ടെമ്പറേച്ചറും ഉണ്ട്, സോലുബിലിറ്റി. ഇവിടെ കുറെ വസ്തുക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതാണ് ഇവിടെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കുറെ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാം സോലുബിലിറ്റി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന് നോക്കിയാൽ കാൽസ്യം സൾഫേറ്റും ഉണ്ട്. കാൽസ്യം സൾഫേറ്റ് ടെമ്പറേച്ചർ കൂടുവാണ്. 2040 ആകുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആദ്യമൊക്കെ എങ്ങനെയാണ്? സോലുബിലിറ്റി കൂടും അല്ലെ? ഈ ഒരു പോയിന്റ് 40 വരെ വരുമ്പോൾ സോലുബിലിറ്റി കൂടും. പിന്നെ എന്ത് സംഭവിച്ചു? സോലുബിലിറ്റിയോടെ കുറയുവാണ് ചെയ്യുന്നത്, ലയത്തോടെ കുറയുന്നു. മനസ്സിലല്ലേ? പൊട്ടാസ്യം ക്ലോറൈഡ് നോക്കിയേ. പൊട്ടാസ്യം ക്ലോറൈഡിന് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ്? സോലുബിലിറ്റി കൂടുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? പൊട്ടാസ്യം നൈട്രേറ്റ്, അതായത് പൊട്ടാസ്യം നൈട്രേറ്റിന് എങ്ങനെയാണ്? സോലുബിലിറ്റി കൂടുവാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കണ്ട 40 ഡിഗ്രി ആയപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ്? സോലുബിലിറ്റി കൂടി. സോഡിയം ക്ലോറൈഡിന്റെ ഉണ്ട്. സോഡിയം ക്ലോറൈഡ് ഈ നീല ഇതിൽ കൊടുത്തിരിക്കുന്നു കേട്ടോ. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോലുബിലിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്, ചെറുതായിട്ട്. ഇതുകൊണ്ടല്ലേ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ 40 ആയിരുന്നു. 40 ഇവിടം വരെ വന്നപ്പോൾ ഏകദേശം 60 ഡിഗ്രി ഒക്കെ വന്നപ്പോൾ തന്നെ അത് ഒരേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ചെറിയൊരു മാറ്റമേ ഉണ്ടാകുന്നുള്ളൂ സോഡിയം ക്ലോറൈഡിന്. അപ്പൊ മനസ്സിലല്ലോ? ഓരോ കോമ്പൗണ്ടിന്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. അതനുസരിച്ചിട്ടാണ് അവിടെ സോലുബിലിറ്റി അല്ലെങ്കിൽ ലയിക്കുന്നത്, എന്തുമാത്രമാണ് അവിടെ ലയിച്ചിട്ടാണ് അവിടെ പൂരിതമാകുന്നതെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ലയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഏതാണ്? ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് പറയാം. ഇതവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക. താപനില കൂടുമ്പോൾ ലയത്വത്തിൽ പൊതുവെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? വാട്ട് ഇസ് എ ചേഞ്ച് ദാറ്റ് ജനറലി ഒക്കേഴ്സ് ഇൻ സോലുബിലിറ്റി വിത്ത് എ റൈസ് ഓഫ് ടെമ്പറേച്ചർ? ജനറലി കേട്ടോ, പൊതുവെ താപനില കൂടുമ്പോൾ, അതാണെങ്കിൽ പൊതുവെ താപനില കൂടുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പൊതുവെ താപനില കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? സോലുബിലിറ്റി എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത് അല്ലേ? വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്ന് പറയാം, പക്ഷെ എങ്ങനെയാണ്? കൂടുവാണ് ചെയ്യുന്നത് എന്നല്ലേ? വലിയൊരു നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഇപ്പം സോഡിയം ക്ലോറൈഡിന്റെ കേസിലൊക്കെ ആണെങ്കിൽ കൂടുന്നുണ്ട്, പക്ഷെ വലിയൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ പൊതുവെ നമുക്ക് ജനറലൈസ് ചെയ്ത് എന്ത് പറയാം? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സോലുബിലിറ്റി അവിടെ കൂടുന്നു നമുക്ക് പറയാം. ഇനി വിച്ച് ഈസ് എ സബ്സ്റ്റൻസ് ഹൂസ് സോലുബിലിറ്റി ഡിക്രീസസ് വിത്ത് എ റൈസ് ഓഫ് ടെമ്പറേച്ചർ? താപനില കൂടുമ്പോൾ ലയത്വം കുറയുന്ന പദാർത്ഥം ഏതാണ്? താപനില കൂടുമ്പോൾ നമുക്ക് താപനില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലയത്വം കുറയുന്ന ഏതിനാണ്? അതായത് അല്ലേ കാൽസ്യം സൾഫേറ്റ് ഇല്ലേ? കാൽസ്യം സൾഫേറ്റിനാണ് കേട്ടോ.
കാൽസ്യം സൾഫേറ്റിനാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി അവിടെ കുറയുന്നത്. ഇനി വിച്ച് സബ്സ്റ്റൻസ് ഷോസ് മാക്സിമം സോലുബിലിറ്റി അറ്റ് 30°C? 30°C ലയത്വം ഏറ്റവും കൂടുതൽ 30° എന്ന് പറയുമ്പോൾ ഇതല്ലേ, 30°C സോലുബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്? ഇതല്ലേ വരുന്നത്, മനസ്സിലായല്ലോ. 30° ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ. അപ്പൊ ഇതേതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലേ, പൊട്ടാസ്യം നൈട്രേറ്റിനാണ് ഇല്ലേ, പൊട്ടാസ്യം നൈട്രേറ്റിനാണ് 30° വരുമ്പോൾ കൂടുതൽ ലയത്വം ഉള്ളത്. ഇനി മറ്റ് ലവണങ്ങളെ അപേക്ഷിച്ച് സോഡിയം ക്ലോറിന് ലയത്വത്തിലുള്ള പ്രത്യേകത എന്താണ്? സോഡിയം ക്ലോറിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ വലിയൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷെ എങ്ങനെയാണ്? താഴ്ന്ന താപനിലയിൽ സോഡിയം ക്ലോറിന്റെ കേസ് നോക്കിയ താഴ്ന്ന ടെമ്പറേച്ചർ 0°C ആയപ്പോൾ ഏകദേശം 40 അടുത്ത് വന്നു ഇല്ല, 39 സംതിങ് വന്നു. കുറഞ്ഞ ടെമ്പറേച്ചറിൽ കൂടിയ സോലുബിലിറ്റി വന്നു, അല്ലെങ്കിൽ ലയത്വം ഉണ്ട്. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ കുറഞ്ഞപ്പോൾ 0°ആയിരിക്കുമ്പോൾ കൂടുതൽ സോലുബിലിറ്റി ഏതിനാ? സോഡിയം ക്ലോറൈഡ് തന്നെയല്ലേ വന്നിരിക്കുന്നത്, വേറെ ഒന്നിനും അല്ലല്ലോ. കൂടുതൽ മാക്സിമം വന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡിനാണ്. പക്ഷെ എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വലിയ മാറ്റമൊന്നും സോഡിയം ക്ലോറൈഡിന് സംഭവിക്കുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പൊ താഴ്ന്ന താപനിലയിൽ ലോവർ ടെമ്പറേച്ചറിൽ മാക്സിമം സോലുബിലിറ്റി ഏതാണ്? സോഡിയം ക്ലോറൈഡിനാണ്. മനസ്സിലായല്ലോ. അപ്പം മാക്സിമം സോലുബിലിറ്റി ആയിട്ട് ലോവർ ടെമ്പറേച്ചർ എന്ന് പറയാം അല്ലെ. അപ്പൊ താഴ്ന്ന താപനിലയിൽ കൂടുതൽ എന്താണ് സോലുബിലിറ്റി അല്ലെങ്കിൽ ലയത്വമുള്ളത് സോഡിയം ക്ലോറൈഡിനാണ്. പക്ഷെ എന്താണ്? താപനില കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് അവിടെ മാറ്റം ഉണ്ടാകുന്നില്ല നമുക്ക് പറയാം. അപ്പൊ ഈ ഗ്രാഫിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് പറയുവാണെന്നുണ്ടെങ്കിൽ 0°C 100 ഗ്രാം ജലത്തിൽ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ലയത്വം നമ്മൾ കണ്ടു 4 ഗ്രാമാണ്. സോഡിയം ക്ലോറൈഡിന് 37 ഗ്രാമാണ്. ലീനത്തിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ് ഇത് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് കാരണം എന്താണ്? ലീനത്തിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇനി താപനില കൂടുമ്പോൾ പദാർത്ഥങ്ങളുടെ ലയത്വം പൊതുവേ കൂടുന്നതായിട്ട് കാണാം കേട്ടോ. താപനില കൂടുമ്പോൾ വലുതായിട്ട് കൂടുന്നെങ്കിലും പൊതുവേ കൂടുന്നതായിട്ട് കാണാം. എന്നാൽ ചുണ്ണാമ്പിന്റെ വെള്ളത്തിലെ ലയത്വം താപനില കൂടുമ്പോൾ കുറയുന്നു, അതായത് കാൽസ്യം സൾഫേറ്റിന്റെ കേസിൽ കേട്ടോ. ഇനി കാൽസ്യം സൾഫേറ്റിന്റെ ലയത്വം 0°യിൽ നിന്ന് 40° വരെ എത്തുമ്പോൾ കൂടുകയും പിന്നീട് ചൂടാക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാം. താഴ്ന്ന താപനിലയിൽ ഉയർന്ന ലയത്വം കാണിക്കുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ്. താപനില കൂടുന്നതനുസരിച്ച് ലയത്വത്തിൽ പ്രകടമായ മാറ്റം സംഭവിക്കുന്നില്ല. സോഡിയം ക്ലോറൈഡിനുള്ള പ്രത്യേകത എന്താ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലോവർ ടെമ്പറേച്ചറിൽ എന്താണ്? ഹയർ സോലുബിലിറ്റി ആണ്, മാക്സിമം സോലുബിലിറ്റി അല്ലെങ്കിൽ പറയാം ഹയർ സോലുബിലിറ്റി അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്ന് പറയാം. ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ സോലുബിലിറ്റി വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പൊ അതാണ് ലയത്വ കർവ് അല്ലെങ്കിൽ സോലുബിലിറ്റി കർവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ലയത്വ കർവ് അല്ലെങ്കിൽ സോലുബിലിറ്റി. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ലയത്വ കർവ് അല്ലെങ്കിൽ സോലുബിലിറ്റി കർവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ കർവിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സോലുബിലിറ്റി അല്ലെങ്കിൽ ലയത്വത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഏതാണ്? ടെമ്പറേച്ചർ എന്ന് പറയാം അല്ലെ. ടെമ്പറേച്ചർ ആണ് സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. ഇനി ഇതാ നോക്കുക. We can see that sodium chloride is highly soluble in water, but it is only slightly soluble in alcohol and insoluble in kerosene. മനസ്സിലായില്ല. നമ്മൾ കണ്ടായിരുന്നു സോഡിയം ക്ലോറൈഡ് ഉപ്പ് എങ്ങനെയാണ് ജലത്തിൽ നന്നായിട്ട് ലയിച്ചു ചേരുമല്ലോ ഉപ്പ്. പക്ഷെ ആൽക്കഹോളിൽ എങ്ങനെയാണ് ലയിക്കുക? കുറച്ച് മാത്രം ലയിക്കുന്നത്, മണ്ണെണ്ണയിലാണ്ട് ഒട്ടും ലയിക്കില്ല. അപ്പൊ ഓർത്തോണം, സോഡിയം ക്ലോറൈഡ് ജലത്തിൽ നന്നായിട്ട് ലയിക്കും, പക്ഷെ ആൽക്കഹോളിൽ കുറച്ച് ലയിക്കും, പക്ഷെ മണ്ണെണ്ണയിൽ ഒട്ടും ലയിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ലായകം. ഇവിടെ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സൊല്യൂട്ട് ഏതാണ്? ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സോൾട്ട് ആണ് ഇല്ല, സോൾട്ട് ആണ് സൊല്യൂട്ട്. അല്ലെങ്കിൽ ലീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉപ്പാണ്. പക്ഷെ എന്താണ്? സോൾവെന്റ് വ്യത്യാസമല്ലേ. ഇവിടെ എങ്ങനെയാണ് സോൾവെന്റ്? എങ്ങനെയാണ് സോൾവെന്റ്? ഡിഫറന്റ് ആണ് അല്ലെ. സോൾവെന്റ് ഇവിടെ ഡിഫറന്റ് ആണ്. സോൾവെന്റ് വ്യത്യാസപ്പെട്ടിരിക്കും, ലായകം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ലായകത്തിന്റെ വ്യത്യാസത്തിലുള്ള സ്വഭാവം അല്ലെ, അതും എന്താണ് കാരണമാവുന്നുണ്ട് സോലുബിലിറ്റിക്ക്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ആദ്യമേ നമ്മൾ ഉണ്ടായിരുന്നു സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത്, ലീനമില്ല, ലീനം നമ്മൾ ആദ്യമേ സോഡിയം ക്ലോറൈഡും സോഡിയം ബൈകാർബണേറ്റും അല്ലേ ആഡ് ചെയ്ത് ഇല്ലേ. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ സൊല്യൂട്ട് വ്യത്യാസമായിരുന്നു, ലീനം വ്യത്യാസമായിരുന്നു. പക്ഷെ ഈ ഒരു കേസിൽ വന്നപ്പോ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം ഇവിടെ എങ്ങനെയാണ്? ഒരുപോലെയാണ്, പക്ഷെ സോൾവെന്റ് ഡിഫറന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം സോൾവെന്റിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം ഇല്ല, അതായത് ലായകത്തിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസവും എന്തിന് കാരണമാവുന്നുണ്ട്? സോലുബിലിറ്റിക്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം? നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നേച്ചർ ഓഫ് ദി സോൾവെന്റ് എന്നും പറയാം. സോൾവെന്റിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം. മറ്റേത് ഒന്ന് കണ്ടെന്തായിരുന്നു? നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്. നമ്മൾ ആദ്യമേ കണ്ടത് സൊല്യൂട്ടിന്റെ വ്യത്യാസം അല്ലെ, സൊല്യൂട്ടിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസം കണ്ടു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു കാര്യം കൂടെ നോക്കാം കേട്ടോ. നോർമലി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഓൺലി സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ
അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കേട്ടോ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് വെൻ എ ബോട്ടിൽ ഓഫ് സോഡ ഈസ് ഓപ്പൺ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കംസ് ഔട്ട് ഫ്രം ദ ബോട്ടിൽ വിത്ത് എ ബ്രിസ്ക് എഫർവെൻസസ് അല്ലെ? വാട്ട് മേ ബി ദ റീസൺ? നമ്മൾ അറിയാലോ സാധാരണ സാഹചര്യത്തിൽ ജലത്തിൽ വളരെ കുറച്ച് മാത്രം ലയിക്കുന്ന വാതകമാണ് എന്തെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. അതൊക്കെ ഓർത്തോണം കേട്ടോ. ജലത്തിൽ വളരെ കുറച്ച് മാത്രം ലയിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ സോഡ കുപ്പി തുറക്കുമ്പോൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം നുരഞ്ഞു പതഞ്ഞ് പുറത്തേക്ക് വരുന്നു. അതിന് കാരണം എന്താണ്? സോഡ കുപ്പിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് ഹൈ പ്രഷറിൽ അല്ലെ? ഹൈ പ്രഷറിൽ ജലത്തിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. സോഡ വാട്ടർ എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറച്ച് മാത്രമല്ലേ ലയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ജലത്തില്. പക്ഷെ എങ്ങനെയാണ്? സോഡ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ഉയർന്ന മർദ്ദത്തിൽ അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ കേട്ടോ ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സോലിബിലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഏതാണ്? പ്രഷർ ആണെന്ന് നമുക്ക് പറയാം അല്ലെ? പ്രഷർ അല്ലെങ്കിൽ എന്താണ്? മർദ്ദം. മനസ്സിലായ? മർദ്ദം ഒരു ഘടകമാണ് സോലിബിലിറ്റിയെ സ്വാധീനിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തെല്ലാം ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു? നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ഇല്ലേ? സൊല്യൂട്ടിന്റെ സ്വഭാവം പറഞ്ഞു. അതുപോലെ നേച്ചർ ഓഫ് ദി സോൾവെന്റ്, സൊല്യൂട്ട് എന്ന് വെച്ചാൽ ലീനത്തിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലായകത്തിന്റെ സ്വഭാവം പറഞ്ഞു. പിന്നെന്താണ്? ടെമ്പറേച്ചർ, താപനില ഇല്ലേ? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദവും. അപ്പൊ ഈ 4 ഘടകങ്ങൾ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? സോലുബിലിറ്റി ഇല്ലേ? അല്ലെങ്കിൽ എന്താണ്? ലയത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. സോലുബിലിറ്റി അല്ലെങ്കിൽ ലയത്വത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്, ലീനത്തിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദി സോൾവെന്റ്, ലായകത്തിന്റെ സ്വഭാവം, ടെമ്പറേച്ചർ, താപനില, അതുപോലെ എന്താണ്? പ്രഷർ, മർദ്ദം. ക്ലിയർ ആയല്ലോ? അപ്പൊ സോലിബിലിറ്റിയെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്? നേച്ചർ അല്ലെ? നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്, നേച്ചർ ഓഫ് ദി സൊല്യൂട്ട്. പിന്നെന്താണ്? നേച്ചർ ഓഫ് ദി സോൾവെന്റ് എന്ന് പറയാം അല്ലെ? നേച്ചർ ഓഫ് ദി സോൾവെന്റ്. പിന്നെന്താണ്? ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ. പിന്നെന്താണ്? പ്രഷർ. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാണ്? ലീനത്തിന്റെ സ്വഭാവം അല്ലെ? പിന്നെന്താണ്? ലായകത്തിന്റെ സ്വഭാവം, ലായകത്തിന്റെ സ്വഭാവം, സോൾവെന്റിന്റെ സ്വഭാവം. പിന്നെ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ, അതായത് താപനില അല്ലെ? താപനിലയുണ്ട്. പിന്നെ എന്താണുള്ളത്? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. അപ്പൊ ഈ 4 ഘടകങ്ങൾ ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്? സോലുബിലിറ്റി അല്ലെങ്കിൽ ലയത്വത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ ഇതാണ്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം എന്താണ് സോലിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്? 100 ഗ്രാം ഇല്ലെ? 100 ഗ്രാം ലായകത്തിൽ ലായകത്തെ അല്ലെങ്കിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ എന്തുമാത്രം സൊല്യൂട്ട് വേണം? ഒരു ലായകത്തെ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലായകം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ പൂരിതമാക്കാൻ, സാച്ചുറേറ്റഡ് ആക്കാൻ എന്തുമാത്രം എമൗണ്ട് സൊല്യൂട്ട് അതിലേക്ക് വേണം? അതിന്റെ അളവാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സോലിബിലിറ്റി അല്ലെങ്കിൽ ലയത്വം എന്ന് പറയുന്നത്. ആ ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് അല്ലെങ്കിൽ എന്താണ്? നേച്ചർ ഓഫ് ദി സോൾവെന്റ് എന്ന് നമുക്ക് പറയാം. അതായത് ലീനത്തിന്റെ സ്വഭാവം, ലായകത്തിന്റെ സ്വഭാവം, പിന്നെ എന്താണ്? ടെമ്പറേച്ചർ ഉണ്ട്, താപനിലയുണ്ട്, പിന്നെന്താണ്? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. ക്ലിയർ ആയാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ലയത്വ കർവ്, അതായത് സോലുബിലിറ്റി കർവും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ്. പൂരിത ലായനി, അപൂരിത ലായനി, അതിപൂരിത ലായനി, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതുപോലെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സോലുബിലിറ്റി അല്ലെങ്കിൽ ലയത്വത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ലോണം പഠിക്കട്ടെ, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി സെക്ഷൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.